ഇന്നൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് ഉച്ചക്കൊരു യുദ്ധമുണ്ട് കേരളത്തില്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അല്ലേ? സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിനായി ഒരുങ്ങുന്ന കേരള സ്ട്രൈക്കേഴ്സിന്റെ പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കളിക്കളത്തിൽ മാത്രമല്ല, ക്ലാസ് മുറിയിലും മോഹൻലാലിന്റെ നേതൃത്വത്തിൽ താരങ്ങൾ കഠിന പരിശീലനത്തിലാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള സ്ട്രൈക്കേഴ്സിന്റെ പരിശീലന ക്യാമ്പിൽ താരങ്ങളെല്ലാം സജീവമാണ്. രാജ്യാന്തര നിലവാരത്തിലുള്ള ക്യാമ്പാണ് ടീം അംഗങ്ങൾക്കായി അമ്മ ഒരുക്കിയിരിക്കുന്നത്. ഗ്രൗണ്ടിൽ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന കഠിന പരിശീലനം കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസ്സിലാണ് ടീം അംഗങ്ങൾ പിന്നീട് പങ്കെടുക്കുക. മെന്റൽ കൌൺസിലിംഗ്, ക്രിക്കറ്റിലെ നിയമങ്ങൾ, ഗ്രൗണ്ടിലെ കളിക്കാരുടെ പെരുമാറ്റം തുടങ്ങിയവയെ കുറിച്ചുള്ള പ്രത്യേക ക്ലാസുകളാണ് ടീം അംഗങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. BCCI അമ്പയർ എസ് ദണ്ഡപാണിയാണ് മോഹൻലാലിനും സംഘത്തിനും ഇന്നലെ ക്ലാസ് നൽകിയത്. എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കൌൺസിലിംഗ് ക്ലാസും ടീം അംഗങ്ങൾക്ക് നൽകി. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സ് വിജയികളായാലുള്ള ടീം അംഗങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ഡോക്ടർ വിപിന്റെ ചോദ്യത്തിന് ആവേശത്തോടെയുള്ള മറുപടിയാണ് മോഹൻലാലും സംഘവും നൽകിയത്. So let's break the suspense and let's welcome the trainer, Mr. Vipin V. Rodan. Let's have a big round of applause. Are you ready for a war? Yes, sir. Are you ready for a war? Yes. Yes. If we want to proceed, നമുക്ക് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ yes, we need a bright start. We need a comfortable start. We need a soft start. Starting from within. അകത്ത് കാണാതെ പുറത്തുണ്ടാവില്ല. Changing some attitude, changing some beliefs. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ചിന്തകൾ ഉണ്ടായിട്ടാണ് പലരും പല പരിപാടിക്ക് ഇറങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, എന്നെ കൊണ്ട് പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു വിചാരം. പിന്നീട് വീണ്ടും നമ്മൾ റിസർച്ച് ചെയ്യും, മനസ്സിലാവും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പലതവണ വിചാരിച്ച കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റും. വീണ്ടും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണം, ഇതിനാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ മൈൻഡ് എന്ന് പറയുക. ദ മൂഡ് ഫ്ലക്ച്വേഷൻ പറയും, ഞങ്ങൾ ചിലപ്പോൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയും സൈക്കോളജിസ്റ്റ്. ബട്ട് ഹിയർ ഈ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസിന്റെ തലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ, ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് പവർഫുൾ, if it is compulsory and if it is powerful and if it is strong enough, നമുക്ക് അതനുസരിച്ച് പ്രൊസീഡ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുമാണ് ഇതിനകത്ത് കാണുക. I will say, ടീം ജോഷ്, നിങ്ങൾ എന്ത് റെസ്പോൺസ് ആണ് ടീമായിട്ട് എണീറ്റ് നിന്ന് ശക്തമായിട്ട് പറയാൻ പോകും? ഇതാണ് എനിക്ക് കിട്ടേണ്ടത്. പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുക. ഒരു 30 seconds ടൈം ഫോർ ഡിസ്കഷൻ ഫോർ എ വേർഡ്. നമ്മുടെ രാജി, നിങ്ങൾ ഓരോ കാലത്തിലും വിളിക്കുമ്പോഴത്തേക്കും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇന്നലെ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും ഹൈലി ചാറി. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഈ മനുഷ്യൻ, പല രാത്രികൾ ഉറങ്ങുന്നില്ല, ബിക്കോസ് ഓഫ് യു. കഴിഞ്ഞ 6 ദിവസമായിട്ട് എന്നെയും ഉറക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തുമാത്രം പവർഫുൾ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയൊരു തിയറിയിലേക്ക് പോകേണ്ടി വരും. ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ പേരന്റ് ഈഗോ, അഡൽട്ട് ഈഗോ, ചൈൽഡ് ഈഗോ കേട്ടിട്ടുള്ളവർ മാത്രം കൈ നിർത്തിക്ക്.
PAC പ്രിൻസിപ്പിൾ. പേരന്റ് ഈഗോ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും പേരൻസ് ആയിരിക്കും. ചിലര് ലൈക്ക് പേരൻസ് ആവണം നിർബന്ധമില്ല, കല്യാണം കഴിച്ചിട്ടുണ്ടാവണം നിർബന്ധമില്ല, പേരന്റ് ഓക്കെ അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ പലപ്പോഴും ചെയ്യുന്ന ഒരു ശൈലിയാണ് തിയറി എക്സ്. പേടിപ്പിച്ച് ബിസിനസ് ഉണ്ടാക്കുക. കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്നേക്ക് 3-ാം നാൾ ദുർഗാഷ്ടമി, അന്ന് നിന്നെ കൊന്ന് നിന്നെ കുടിച്ച് നിന്റെ രക്തത്തെ കുടിച്ച് എന്ന് പറയുന്ന ദുർഗാഷ്ടമി പ്രോസസ്. ഈ കയ്യടി, നിങ്ങൾ ഈ കൈയടിച്ച കയ്യടി നിങ്ങളുടെ അഡ്വൈസേഴ്സ് നിങ്ങൾക്ക് കടിക്കുന്ന അടിയാണ്. അതുകൊണ്ട് പിന്നെ അവരെ ഒരു പരിധിക്കുള്ളിൽ പേടിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഈ തിയറി എക്സ് എന്ന് പറയുന്ന സംഭവമാണ് ഇൻഡസ്ട്രി. നമ്മൾ ഏറ്റവും അന്താരാഷ്ട്ര ഓഫീസ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഇന്ത്യയിലേക്ക് ഇന്റർനാഷണൽ സ്പെഷ്യൽ ലാംഗ്വേജ് വിടും. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും നമുക്ക് പലപ്പോഴും നമ്മുടെ മുതുമുത്തച്ഛനെയൊക്കെ ഓർമ്മ വരുന്നത് ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. കാരണം അത്രമാത്രം പാരമ്പര്യത്തെ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. റൈറ്റ്? നിങ്ങൾക്ക് എന്തൊരു ഇഷ്ടപ്പെടുവാണെങ്കിൽ അടിക്കുവാണെങ്കിൽ നന്നായിട്ട് കൈയടിക്കണം. ഇതൊരുമാതിരി അഡ്ജസ്റ്റ്മെന്റ് അടിയത്. അടിച്ച കൈയടി നന്നായിട്ട് അടിക്കപ്പോ. റൈറ്റ്? അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അവന്റെ മനസ്സിൽ 40 കൊടുത്ത് ചക്കര മാമ്പഴം കൊടുത്ത് പഠിപ്പിച്ച ആ സാധനത്തിൽ നിന്നും ആ മാമ്പഴത്തേക്കാൾ സ്വീറ്റായ സംഭവം റിയൽ കോർ ബിസിനസ് ആണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അവിടെ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തഡോളജിയാണ് തിയറി വൈ. ദാറ്റ്സ് എ മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓറിയന്റഡ് പ്രോസസ്. ഇത് ഈ രണ്ട് ശൈലികളിൽ ഏത് ശൈലിയാണ് നമുക്കെന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ പെർഫോമൻസ്. ഓക്കെ, അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ തിയറി എക്സ് ആണോ തിയറി വൈ ആണോ? ചുമ്മാ ചോദിച്ചേ. പേരന്റ് ഈഗോയിലെ ഈ ക്രിട്ടിക്കൽ പേരന്റും നർച്ചറിംഗ് പേരന്റും ഉണ്ടാകാം. അടുത്ത ലെവലിലേക്ക് അഡൾട്ട് ഈഗോ. ഓൾവേസ് നമ്മൾ ദ റൈറ്റ് തിങ് ടു ദ റൈറ്റ് പേഴ്സൺ ദ റൈറ്റ് വേ. താങ്കളെ ഞാൻ പെർഫോമൻസ് വന്നാൽ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ബട്ട് യു കം വിത്ത് ടു പോളിസീസ്. റൈറ്റ്? കം ടു ദ ചൈൽഡ് ഈഗോ. ചില ചൈൽഡ് ഓൾവേസ് കംപ്ലൈന്റ് ആണ്, എപ്പോഴും കുറ്റം പറയും. എങ്ങനെയാ? ചുമ്മാ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറ്റം, അങ്ങോട്ട് പോയാൽ കുറ്റം. ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ബ്രാഞ്ച് മാനേജർ ചോദിക്കാറില്ലേ എന്താ ഓഫീസിൽ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന BMs ദയവായിട്ട് ക്ഷമിക്കുക. കാരണം അതിന് മേളിൽ നിന്ന് വേറൊരാൾ ചോദിക്കുന്നുണ്ട് BM ഫുൾ ടൈം ഓഫീസിൽ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്ന്. ചിലപ്പോൾ ഈ കംപ്ലൈന്റ് നേച്ചറിന്റെ പ്രോസസ്സിൽ വന്നിട്ട് നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് ഓറിയന്റഡ് ആയ പ്രോസസ് കഴിഞ്ഞാൽ ചലഞ്ചിങ് പ്രോസസ് വരുന്ന ഒരു പ്രോസസ്സാണ് ഹാപ്പി ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹാപ്പി ചൈൽഡ് ഓൾവേസ് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പോളിസി ഇല്ലെങ്കിലും ഹാപ്പി, പോളിസി ഉണ്ടെങ്കിലും ഹാപ്പി എന്നല്ല. അപ്പോൾ ഈ ഹാപ്പി പ്രോസസ് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ചില പരിമിതികളിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഏത് കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും? ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരുമിച്ച് വന്നിരിക്കുന്ന എഫോർട്ട് ഇട്ട് വന്നിരിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങളുടെ കൈയെടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് അഭിമാനിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പി ചൈൽഡാണ് നിങ്ങളെ കൊണ്ട് ഈ വേഷമൊക്കെ ഇത് സന്തോഷമായിട്ട് കെട്ടിച്ചത്. റൈറ്റ്? ഈ ഒരു പ്രോസസ്സിനെ എല്ലാം നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റിക്കഴിഞ്ഞ് നോക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള പവറിനെ ശരിയായ രീതിയിലേക്ക് പുറത്തുവിടണമെങ്കിൽ എന്റെ നിലവിലുള്ള പാരഡൈം, എന്റെ നിലവിലുള്ള ശൈലിയെ ഞാൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്റെ ഉള്ളിലെ ചൈൽഡിനെ ഞാൻ വളർത്തണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ടീം ജോഷ് എന്ന് പറഞ്ഞ പ്രോസസ്സിനിടയ്ക്ക് തന്നെ ഞാൻ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നർച്ചറിംഗ് പേരന്റും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാം പുറത്തേക്ക് വരുന്ന ആ രീതിയിൽ നിങ്ങളെന്ന ആ എന്തിനെ ഒന്ന് ഒരുക്കി ഒരു തനി പവർഫുൾ വീണ്ടും 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 അച്ചീവ്മെന്റിലേക്ക് പോകുന്ന ഒരു മനുഷ്യരൂപമായിട്ട് വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടെ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയി മാറിയാണ്. അതുകൊണ്ട് ഓരോ ടീമും മാക്സിമം പവർഫുൾ ആയിട്ട് മാക്സിമം കളർഫുൾ ആയിട്ട് ഞാൻ ടീം ജോഷ് പറയുമ്പോൾ നിങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ടീമിന്റെ പേരൊന്ന് വിളിച്ചു പോവുക, അലറുക. ആ കസേര വേണമെങ്കിൽ ഒടിച്ചോളുക, പിന്നെ പൈസ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ടീം ജോഷ്.